എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജയനും അജയനും കൂടി മുത്തശ്ശനോട് പരിഭവം പറയുക കേട്ടോ. മുത്തശ്ശനാണല്ലോ ആദ്യം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ, എന്നിട്ട് ഇവരോടൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്താ അച്ഛൻ അറിഞ്ഞിട്ട് ഞങ്ങളോട് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. ഇവരറിഞ്ഞിട്ട് മുത്തശ്ശനോടും പറഞ്ഞില്ല, അത് വേറെ കാര്യം. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുമ്പം ആദർശിനെ അവിടുന്ന് രക്ഷിക്കാൻ പറ്റും എന്നെനിക്കൊരു ഉറപ്പ് കിട്ടണമായിരുന്നു. അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മുത്തശ്ശൻ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് ദുബായിലെ രാജകുടുംബമായിട്ട് മുത്തശ്ശൻ്റെ ബന്ധം ഉള്ളതുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു. അവനെ കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് അങ്ങോട്ട് ആരോ വിളിച്ചു വരുത്തിയതുപോലെയാണ് കാര്യങ്ങൾ നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കുമെന്ന് അവർ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുള്ളൂ. ഏതായാലും AN ജ്വല്ലറിക്കാർ നമ്മളോട് പോരിന് ഇറങ്ങിയിട്ടുണ്ട്. അവരാണ് ഇപ്പം ദുബായിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് രണ്ടാം സ്ഥാനത്തേക്ക് ആയി പോയത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കണം, അത് ശരിയാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ. പിന്നെ ഈ കാര്യങ്ങളെല്ലാം നടന്നതുകൊണ്ട് തന്നെ ആദർശിന് വാശി കൂടി കാണും. അതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി എല്ലാം റെഡിയാക്കിയിട്ടേ വരുവുള്ളൂ, പ്രശ്നങ്ങളൊന്നും ഇനി ഇല്ല എന്ന് പറയുന്നു. അതുപോലെ ആദർശിന് പ്രശ്നങ്ങളൊന്നുമില്ല, രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ നയനയുടെ സന്തോഷത്തെക്കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോഴാണ് ജയനും അജയനും ഒക്കെ ഒന്ന് ശ്വാസം നേരെ വീണത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇനി ഗൾഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജയനും അജയനും പോകുന്നതിൻ്റെ കൂടെ മുത്തശ്ശനും കൂടെ വരാം. അപ്പോൾ പിന്നെ കിളവനായ അച്ഛനെ തന്നെ വിട്ടു എന്നുള്ള പരാതി ആർക്കും ഉണ്ടാകുകയില്ല. അല്ലാതെ ഇനി ആദർശിനെ വിടാൻ നിൽക്കണ്ട, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ ചർച്ചകളൊക്കെ നടത്തുന്നു. പിന്നെ ആദർശിനെ കാണിക്കുന്നുണ്ട്. ആദർശ് ഓഫീസിലെ സ്റ്റാഫുമായിട്ട് സംസാരിക്കുകയാണ്. ആദർശ് ജയിലിൽ പോകാതെ രക്ഷപ്പെട്ട കാര്യം ഇവരുടെ ശത്രുക്കൾ അറിയാതെ നോക്കണമെന്ന് ആദർശ് പറയുന്നുണ്ട്. കാരണം ആദർശിനെ ജയിലിലാക്കാൻ ശ്രമിച്ചിട്ട് അത് നടന്നില്ല എന്നറിയുമ്പോൾ അവർ വേറെ ഏതെങ്കിലും രീതിയിൽ കുടുക്കിയാലോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. പിന്നെ ആദർശ് നാളെ അവിടുന്ന് പോരുവാണ്. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയതിന് ശേഷം മാത്രമേ ആദർശ് രക്ഷപ്പെട്ട കാര്യം എല്ലാവരും അറിയാവുള്ളൂ എന്ന് പറയുന്നു. പിന്നെ AN ജ്വല്ലറിക്കാരുടെ കാര്യമായിട്ടുള്ള മത്സരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ മത്സരം നടക്കുമ്പോഴാണ് നവ്യ അഭിനയിച്ച പരസ്യം പുറത്തു വരുന്നത്. നവ്യ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടെന്ന്, മൂർത്തി ജ്വല്ലറിയേക്കാളും നല്ല സ്വർണ്ണം AN ജ്വല്ലറിയുടേതാണ് എന്ന്. അപ്പം അവിടുത്തെ മരുമകൾ തന്നെ, അതായത് മൂർത്തി ജ്വല്ലറിയിലെ ഒരു മരുമകൾ തന്നെ അങ്ങനെ പറയുമ്പോൾ അവർക്ക് മൈലേജ് കൂടുതൽ കിട്ടി എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നു. എന്നാൽ ആദർശ് പറയുന്നുണ്ട്, കുടുംബത്തിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പരിഹരിക്കണമെന്ന് പറയുന്നുണ്ട്. ഏതായാലും എങ്ങനെയെങ്കിലും കമ്പനിയെ രക്ഷപ്പെടുത്തിയെടുക്കണം എന്നുള്ള ചർച്ചകളാണ് പിന്നെ നടക്കുന്നത്. പിന്നീട് ദേവേനെ കാണിക്കുന്നുണ്ട്. ദേവേനെ ഹാളിൽ ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. ജലജയും അഭിനയൊക്കെ ആണെന്ന് തോന്നുന്നു. അവർ പുറത്ത് കറങ്ങാൻ പോയേക്കുവാണല്ലോ. അങ്ങനെ അവർ വന്നു കഴിയുമ്പം ജലജ പറയുന്നുണ്ട്, ഓ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്, മകൻ വിളിക്കാത്തതിൻ്റെ സങ്കടം കൊണ്ടായിരിക്കും അവിടെ അങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പുറത്തുകൊണ്ടാണ് മൂന്നുകൂടെ കയറി വരുന്നത്. കയറി വന്നു കഴിഞ്ഞാൽ ദേവേനെ ചോദിക്കും, എന്താ ഇങ്ങനെ ഇത്രയും താമസിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ നവ്യയ്ക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, പർച്ചേസിംഗ് മാത്രമല്ല, പർച്ചേസിംഗ് കഴിഞ്ഞ് ഞങ്ങളൊരു സിനിമയ്ക്കും പോയി, അത് കഴിഞ്ഞ് ഫുഡും കഴിച്ചു, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്നിങ്ങനെ പറയുക. അന്നേരം ദേവേനി ചോദിക്കും ജലജയോട്, ഇവിടെയുള്ളവർക്കുള്ള ഫുഡ് നീ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോയത് എന്ന് പറയുമ്പം ദേവേനി പറയുവാണ്, ജയേട്ടനും അജയനും ഒന്നും തണുത്ത ആഹാരം ഇഷ്ടമല്ല, അതുകൊണ്ട് നീ അവർക്ക് ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയും. അന്നേരം ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ജലജ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുക. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മായി ഇങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്, അമ്മായി എൻ്റെ കുഞ്ഞിനെ ഒന്നും എടുക്കാറ് പോലും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ എടുക്കുന്നത്, നിൻ്റെ അമ്മയും ഭർത്താവും ഉണ്ടല്ലോ കുഞ്ഞിനെ എടുക്കാൻ എന്ന് പറയും. എന്നിട്ട് അബിയോട് ആ കുഞ്ഞിനെ നീ ഒന്ന് എടുത്തേടാ എന്ന് പറയുവാണ്. അന്നേരം കുഞ്ഞിനെ എടുത്ത് തോളേക്ക് എടുത്തു കേട്ടോ. അന്നേരം നവ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമ്മായിയുടെ മകൻ ജയിലിൽ കിടക്കുന്നതിൻ്റെ ദേഷ്യമാണ് ഇത്, അതല്ലേ ഞങ്ങളുടെ നേരെ തീർക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അതുമാത്രമല്ല നിൻ്റെ ഭർത്താവിനോടും അമ്മയോടും അതിനപ്പുറം ചില പരിഭവങ്ങളും ദേഷ്യങ്ങളും എനിക്കുണ്ട് എന്ന് പറയുവാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ ഈ സ്വഭാവവും ഈ മനസ്ഥിതിയും വെച്ചാണ് ഈ വീട്ടിൽ പലതും നടക്കുന്നത്. ഇപ്പം തന്നെ അറിയാലോ, ഒരാൾ ജയിലിലായി, അബി ജയിലിലായപ്പോൾ ഇവിടെ ഒരുപാട് പേര് സന്തോഷിച്ചതാണ്. അതിനുള്ള തിരിച്ചടിയാണ് ഒരു കാര്യവും ഇല്ലാതെ അങ്ങേരിപ്പം ജയിലിൽ കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ അനിയത്തി നന്ദു, അവളുടെ കാലിന് ഫ്രാക്ചർ ഉണ്ടായി അവളും വീട്ടിലിരിക്കുവാണ്. അങ്ങനെ ഞങ്ങളോട് ചെയ്തവർക്കൊക്കെ ഓരോരുത്തരുടെയും പ്രവൃത്തിക്കനുസരിച്ചുള്ള തിരിച്ചടികൾ കിട്ടുന്നുണ്ട്, അതങ്ങ് മനസ്സിലാക്കിയിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് തുള്ളിച്ചാടി കയറിപ്പോവും. അന്നേരം ദേവയാനി ജലജയോട് ചോദിക്കുന്നുണ്ട്, എന്താടി അവൾ പറഞ്ഞതിൻ്റെയൊക്കെ മറുപടി ഞാൻ കൊടുക്കണോ എന്ന്. അന്നേരം വേണ്ട, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അവൾക്ക് സത്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് അവൾ ഇനിയും ഇതുപോലെ പെരുമാറുമെന്ന്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവൾ അങ്ങനെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ നാക്കിന് നിയന്ത്രണം വെക്കേണ്ടത് നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും അനുഭവിക്കുമെന്ന് പറയും. എന്നിട്ട് അബിയോടായിട്ട് പറയുവാണ്, അവിടുത്തെ ഗോഡൗണിൽ
കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ കൊണ്ടുപോയി നീ ഒന്ന് വിൽക്ക്, എന്നിട്ട് ആ റൂം ഒന്ന് വൃത്തിയാക്കുക എന്ന്. അന്നേരം ആക്രിക്കടക്കാരെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല, നീ നിൻ്റെ അമ്മയും കൂടി അതങ്ങ് വൃത്തിയാക്കിയാൽ മതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന വേണുവിനെയാണ്. വേണു കടം കൊടുക്കാനുള്ളത്, ഓരോ മാസം പലിശ കൊടുക്കണമല്ലോ, അതിൻ്റെ കണക്കെല്ലാം എഴുതിക്കൊണ്ടിരിക്കുമ്പം അനാമിക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുറേ നേരം ആയാലും എഴുതുന്നത്, എന്തായി ഇത് എന്ന് ചോദിക്കുമ്പോൾ, ഒരു മാസം കഴിഞ്ഞ് പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3-3.5 ലക്ഷം രൂപ പലിശ തന്നെ കൊടുക്കണം, പിന്നെ ഇവിടുത്തെ ചിലവുകളും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ 4-4.5 ലക്ഷം രൂപ വരും, ഇനി എന്താ ചെയ്യേണ്ടേ എന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അനാമികയുടെ അമ്മ വരും. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ അനിയെ വിട്ട് കളയരുത് എന്ന് ഇവളോട് പറഞ്ഞത്, എന്നിട്ട് അവൾ കേട്ടോ എന്ന് വയ്ക്കും. അന്നേരം വേണു പറയുന്നുണ്ട്, ഇനിയാണെങ്കിലും കേസ് പറയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ കോടതിയിൽ കരഞ്ഞ് സങ്കടപ്പെട്ട് ഒന്ന് അഭിനയിക്കുക, അത് കണ്ടിട്ടെങ്കിലും എന്തെങ്കിലും കോമ്പൻസേഷൻ മേടിച്ചെടുക്കാം എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, ഇനി അത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാനൊരു മെൻ്റൽ പേഷ്യൻ്റ് ആയിരുന്നു എന്ന് അവർ കോടതിയിൽ പ്രൂവ് ചെയ്തില്ലേ, ഇനിയിപ്പോൾ അതൊക്കെ നടക്കുമോ എന്ന് അറിയില്ല എന്ന് പറയുമ്പം വേണു ചോദിക്കുന്നുണ്ട്, നീ വേറെ ഒരുത്തിനെ കെട്ടാനായിട്ട് നടപ്പുണ്ടല്ലോ, അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന്. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവൻ UK പോകാൻ വേണ്ടി ഇരിക്കുവാണ്, അങ്ങനെ പോവുകയാണെങ്കിൽ ഞാനും അവൻ്റെ കൂടെ പോകും വിവാഹം കഴിഞ്ഞ്, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരത്തേയില്ല, എന്തിനും ഇവിടെ കിടന്ന് ഇങ്ങനെ വെറുതെ നരയിക്കുന്നേ എന്ന് ചോദിക്കുക. അന്നേരം അനാമികയുടെ അമ്മ പറയുവാണ്, എടി നീ അങ്ങനെ പോവുകയാണെങ്കിൽ പോയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു വിസ ഒന്ന് സംഘടിപ്പിച്ചതാ, അല്ലെങ്കിൽ അവിടെ പോയി ജോലി എടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ളത് നീ ഇങ്ങോട്ട് അയച്ചതാ, അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാമല്ലോ എന്ന് പറയുമ്പം അനാമിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ മകളെ കൊണ്ടും മരുമകളെ കൊണ്ടും ജീവിക്കാൻ, സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു മാർഗ്ഗം കണ്ടെത്താൻ മേലെ എന്ന് ചോദിക്കുമ്പം വേണു പറയുന്നുണ്ട്, അതെ ഇത്രയും കാലം നീ ജീവിച്ചതേ ഞാൻ ഉണ്ടാക്കിയ പണം കൊണ്ടാണ്, അത് നീ മറക്കണ്ട എന്ന് പറയുമ്പോൾ, അച്ഛൻ എന്നാ പണമാണ് ഉണ്ടാക്കിയത്, കുറേ കടങ്ങളുണ്ടാക്കി, ആ കടം കൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോയി, എന്നിട്ടിപ്പോൾ അത് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ കിടന്ന് കഷ്ടപ്പെടുമല്ലേ, ഏതായാലും അത് തീർക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുക. എന്നിട്ട് നീ എവിടെ പോവാടി എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്നെ കെട്ടാൻ പോകുന്നവനെ തന്നെയാണ് കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അനാമിക പുറത്തേക്ക് പോകുന്നത്. ഏതായാലും അനാമിക പോയി കഴിയുമ്പം വേണു പറയുന്നുണ്ട്, ഇവളും മര്യാദയ്ക്കായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ലായിരുന്നു എന്ന്. ഏതായാലും അനാമിക പുറത്തേക്ക് പോകുന്നു. ഈ സമയം പുറത്ത് വെച്ച് അനിയെ കാണുന്നുണ്ട്. അന്നേരെ ചെല്ലൂട്ട വഴക്കിന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ ചേട്ടൻ അങ്ങ് ജയിലിലല്ലേ, എന്നിട്ട് എന്താ ഇറക്കാനുള്ള വല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ഞങ്ങളുടെ കുടുംബക്കാരുമല്ലേ, അത് ഞങ്ങൾ നോക്കിക്കോളാം, നീ അതിൻ്റെ അകത്ത് ഇടപെടണ്ട എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഞാൻ ഇടപെടാനൊന്നും വരുന്നില്ല, അയാൾ കുറേ കാലം അവിടെ തന്നെ കിടക്കും, ഉടനെ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ കൂടി ആ പാപം അഭിയേട്ടനെ ജയിലിൽ കയറ്റിയതല്ലേ, അതിനുള്ള തിരിച്ചടിയായി ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, അങ്ങനത്തെ തിരിച്ചടിയൊക്കെ ഞങ്ങൾ അങ്ങ് അനുഭവിച്ചോളാം, പറ്റുമെങ്കിൽ അടുത്ത കോടതി കൂടുമ്പം ഈ ശല്യം ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അങ്ങനെ ഉടനെ ഒന്നും ഞാൻ നിന്നെ വിട്ടു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ പോയിട്ട് വേണമല്ലോ നിനക്ക് വേറെ ഒരുത്തി നിൻ്റെ ജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, എന്നെ വിട്ടിട്ട് പോയിട്ട് നീ വേറൊരു കോന്തൻ്റെ കൂടെ പോകാനല്ല ഇരുന്നത്, എന്നിട്ട് അവൻ എന്തേടി എന്ന് ചോദിക്കുമ്പോൾ, അവൻ നിന്നെപ്പോലെ ഒന്നുമല്ല, നല്ല അന്തസ്സുള്ളവനാണ്, അവൻ്റെ കൂടെ ഞാൻ പോവുക തന്നെ ചെയ്യും, പിന്നെ നിൻ്റെ കൂടെ ജീവിച്ചിട്ടും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ ഒരാണാണോടാ, പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആണുങ്ങളെ പോലെ ജീവിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ സ്ഥിരം പറയുന്ന കുറേ ഡയലോഗുകൾ പറയുന്നു. അനി ഒന്നും മിണ്ടാതെ കുറച്ച് കേട്ട് നിൽക്കും, കാരണം അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. നീയൊക്കെ കാശുണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല, നീയൊക്കെ ചാകുമ്പോൾ അതിനെ മണ്ട വെച്ച് കത്തിക്കാനേ കൊള്ളത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാമിക അങ്ങോട്ട് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയനയ്ക്ക് ഇപ്പം ഭയങ്കര ആശ്വാസം ഉണ്ടല്ലോ, ആദർശ് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് സന്തോഷത്തോടെയാണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ അത് ജലജയ്ക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ മോൾ അപ്പടി വിഷമിച്ച് നിൽക്കുവാണല്ലോ എന്ന് പറഞ്ഞ് ജലജ അടുത്തോട്ട് വരുവാണ്. ഒന്നിനുമല്ല, വെറുതെ ഒന്ന് ചൊറിയാനും കുത്താനും ഒക്കെ തന്നെയാണ്. എന്നിട്ട് അടുത്ത് വന്നിട്ട് പറയാം, മോള് വിഷമിക്കേണ്ട കേട്ടോ, ആദർശിനെ ഇവിടുത്തെ മുത്തശ്ശൻ തന്നെ രക്ഷപ്പെടുത്തും, കാരണം അച്ഛന് എന്തോരം സ്വാധീനം ഉണ്ടെന്നറിയാവോ ഗൾഫിലും, അതുകൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ, ഓ എന്തിനാ ഞാൻ വിഷമിക്കുന്നത്, അഭിയനെ ഞങ്ങൾ ജയിലിൽ കയറ്റിയില്ലേ, അതിൻ്റെ തിരിച്ചടിയായിരിക്കും ഞങ്ങൾക്ക് കിട്ടുന്നത്, അതുപോലെ നന്ദുവിനും കിട്ടി, ഇപ്പോൾ ആദർശേട്ടനും കിട്ടി, ഇതൊന്നും അനുഭവിക്കാതെ പോകത്തില്ലായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമം നടിച്ചിങ്ങനെ പറയും കേട്ടോ നയന. അന്നേരം ജലജ പറയുന്നുണ്ട്, ഓ എനിക്കിപ്പോൾ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല, അവൻ ചെയ്ത തെറ്റോർക്കുമ്പോൾ നിങ്ങൾ ചെയ്തതൊന്നും അത്ര കൂടുതലല്ല എന്ന് എനിക്കറിയാമെന്ന് പറയും. അന്തേക്കും നയനയുടെ തനി സ്വരൂപം എടുക്കും. എന്നിട്ട് നയന പറയുന്നുണ്ട്, അതെ എനിക്ക് എൻ്റെ ആദർശേൻ്റെ കാര്യം ഓർത്തിട്ട് അങ്ങനെ വിഷമമൊന്നുമില്ല, കാരണം ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ആദർശേട്ടൻ അവിടുന്ന് രക്ഷപ്പെടും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയില്ല,
പിന്നെ ഈ അഭിനയിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആദർശേട്ടൻ ജയിലിൽ കിടക്കുന്നതിൻ്റെ സന്തോഷമല്ലേ നിങ്ങൾക്കെല്ലാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ അങ്ങനെയൊന്നുമില്ല, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആദർശിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, ഏതായാലും ആ പ്രാർത്ഥന അങ്ങ് നടക്കട്ടെ, ആദർശേട്ടന് ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് അവിടെ നിന്ന് പോരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ആയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞങ്ങ് പോവാണ്. എന്നിട്ട് മാറി നിന്നിട്ട് പറയുക, ഒന്നുമില്ലടി, നിൻ്റെയൊക്കെ നാവ് പുഴുത്തു പോകത്തുള്ളൂ, അവൻ അവിടുന്ന് രക്ഷപ്പെടുകയില്ല എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ കുശുമ്പ് പറയുന്ന ജലജയും ദേഷ്യത്തോടെ നിൽക്കുന്ന നയനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.